ജെൻസി ക്രൗഡിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നെറ്റ്ഫ്ലിക്സിന്റെ വർക്കൗട്ട്സ്. പക്ഷെ ആ കഷ്ടപ്പാടിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നും കൂടി ഈ ജനറേഷൻ മനസ്സിലാക്കുന്നത്. ശരിക്കുമുള്ള ഫ്രീഡം എന്ന് പറയുന്നത് യെസ് പറയുന്നതല്ല ഫ്രീഡം, നോ പറയുന്നതാണ് ഫ്രീഡം. ആണുങ്ങൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഒച്ചയിടാൻ പാടില്ല. ഈ ജോലി ഞാനുമായിട്ട് ഫിറ്റ് ആവുന്നില്ല. അപ്പൊ അവർക്ക് ഈ ലൈഫ് ജോലിയിലേക്ക് ഫിറ്റ് ആവുക എന്നുള്ളതല്ല, ജോലി ലൈഫിലേക്ക് ഫിറ്റ് ആവുക എന്നുള്ള കോൺസെപ്റ്റാണ്. പക്ഷേ എന്ന ഗെയിമിന് ഈ പറയുന്ന 100 മില്യൺ യൂസേഴ്സ് എടുക്കാൻ എടുത്തത് വെറും 35 ദിവസം. എന്തൊരു ഡേറ്റിംഗ് ആപ്സ്. അതുപോലെ പണ്ട് നമ്മൾ കല്യാണം കഴിക്കണം, ഒരു ബ്രോക്കർ വന്നു ഒരു 5-6 ഫോട്ടോ കാണിക്കും, അതിനകത്ത് നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. അവരെ കാണാൻ പോലും ചിലപ്പോൾ നേരെ കാണാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരും. തോൽവികളെ നേരിടാനുള്ള കഴിവ് ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ടു. ഏത് സക്സസ്ഫുൾ ആയിട്ടാണ് പണ്ടത്തെ തലമുറയില് ഞാൻ പറയും നീ കേൾക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയില് ഞാൻ പറയും എന്തുകൊണ്ടാണത് എന്ന് പറഞ്ഞാൽ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കും. ജെൻസികൾക്ക് ഉപദേശം ഇഷ്ടമല്ല. ഹായ് എവ്രിവൺ, വെൽക്കം ടു സ്റ്റോറി സെറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജെൻസിയെ കുറിച്ചാണ്. 1997-നും 2012-നും ഇടയിൽ ജനിച്ച ഒരു തലമുറ. ടെക്നോളജിയോടൊപ്പം വളർന്ന, സ്മാർട്ട് ഫോണിനും ഇന്റർനെറ്റിനോടുമൊപ്പം ഒക്കെ വളർന്ന ഒരു തലമുറ. ഒരുപാട് റൂൾസിനെ ചോദ്യം ചെയ്യുന്ന, ഒപ്പം തന്നെ നോംസ് ബ്രേക്ക് ചെയ്യുന്ന, മാത്രവുമല്ല നമ്മുടെ കരിയർ എന്നത് സാലറി മാത്രമല്ല മറിച്ച് അതിനുമൊക്കെ അപ്പുറത്താണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു തലമുറ. അത് തന്നെയാണ് ജെൻസിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അതിനോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്ത് എന്നത് ഒരു ലക്ഷറി അല്ല, അതിനോടൊപ്പം തന്നെ അതിനും ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രയോറിറ്റിയാണ് എന്നുമൊക്കെ വിളിച്ചു പറയുന്ന, ഒപ്പം ജെൻഡർ റിലേഷൻഷിപ്പ് എല്ലാം ഓപ്പണപ്പായി തുറന്നു പറയുന്ന ഒരു തലമുറ. നാളെയല്ല ഇന്നിൽ തന്നെയാണ് മാറ്റങ്ങൾ എന്ന് ഒക്കെ വിളിച്ചു പറയുന്ന ഒരു തലമുറ. യെസ്, അത് തന്നെയാണ് ജെൻസി. സോ ഇന്ന് ജെൻസിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തിത്വം തന്നെയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനു മെൽവിൻ ജോയ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ഹായ് സർ. ഹായ്, നമസ്കാരം. നമസ്കാരം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ജെൻസിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആപ്റ്റായ ഒരു വ്യക്തി തന്നെയാണ് സംസാരിക്കാനുള്ളത്. ബിക്കോസ് സാറ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ജെൻസി തന്നെയാണ്. കാരണം എന്റെ സ്റ്റുഡൻസ് എല്ലാം ജെൻസി ക്രൗഡാണ്. അപ്പോൾ അവരുടെ മനോഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ വികാരങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതും ഏറ്റവും കൂടുതൽ കാണുന്നതും ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരുപാട് കോണ്ടെക്സ്റ്റുകളിൽ ജെൻസിയെ കുറിച്ച് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുകയും അവരെ കുറ്റപ്പെടുത്തുകയും അവരെ കുറിച്ച് ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വീഡിയോകളിലാണെങ്കിലും ലേഖനങ്ങളിലാണെങ്കിലും ഒക്കെ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പോഡ്കാസ്റ്റിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ജെൻസി അങ്ങനെയായി എന്നുള്ളതിനപ്പുറത്തേക്ക്, ജെൻസി എന്ന് പറയുന്നത് ഒരു മനസ്സിലാക്കപ്പെടാത്തൊരു തലമുറയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ അവരെ കൂടുതൽ അറിയാനും അവർ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, അവരെങ്ങനെയാണ് എന്നുള്ളതിനപ്പുറത്ത് അവർ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും മാത്രമല്ല, ഇനി നമ്മുടെ രാജ്യത്തെയും ഈ ലോകത്തെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു നേതൃനിരയാണ് ജെൻസിയിലുള്ളത്. അപ്പോ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം, അവർ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമുക്ക് എങ്ങനെ ഒരുക്കി കൊടുക്കാം, അവരുടെ വികാരങ്ങളെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാം. അപ്പോൾ ഒരു മാതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയർ എന്ന നിലയിൽ നമുക്ക് ജെൻസിയെ എങ്ങനെ നോക്കിക്കാണാം, അവരെ മനസ്സിലാക്കാനുള്ള എഫേർട്ട് നമുക്ക് എങ്ങനെ എടുക്കാം, അവരിൽ നിന്നും പരമാവധി നമുക്ക് എങ്ങനെ അവരെ ഉപയോഗിച്ച് അവരെ വളരുകയും അതിലൂടെ തന്നെ നമുക്കും എങ്ങനെ വളരാം, ഈ ഒരു വീക്ഷണകോണിലൂടെയാണ് ഈ പോഡ്കാസ്റ്റ് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായും നമുക്ക് അതെ വ്യത്യസ്തമായ ഒരുപാടധികം കാഴ്ചപ്പാടുകളിലൂടെ തന്നെയാണ് നമുക്ക് ജെൻസിയെ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതെ അതെ സോ ഫസ്റ്റ് തീർച്ചയായിട്ടും ഓഫ് ഓൾ നമുക്ക് പാരൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്ന് അതെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആക്ച്വലി പാരൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു ജനറേഷനാണ്. അതെ ജെൻസി എന്ന് പറയുന്നത് മറ്റ് ഒരു യാതൊരു ബന്ധമില്ലാത്തൊരു അതെ ജനറേഷനാണ്. അതെ അതെ അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ പരാതികളിലൊന്നാണ് അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത്. ആ ജെൻസിയിലെ കിഡ്സ് അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത്. അതെ സത്യം പറഞ്ഞാൽ പാരൻസിൻ്റെത് വ്യത്യസ്തമായ ഡിസിഷൻ മേക്കിങ്ങും ഒരുപാടുള്ള വ്യത്യസ്തമായ തോട്ട്സും ഒക്കെ ആയിരിക്കും. ഉം, ഉം. അതിലുമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ജെൻസിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ. അതെ എന്തുകൊണ്ടായിരിക്കും ഇവർ കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്? കേൾക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്. ഓക്കെ. അവർ നമ്മൾ പറയുന്നത് അല്ല അവർ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പേരൻസിന്റെ ഒരു പരാതി. ഉം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒന്ന് തന്നെയാണെങ്കിലും ദ മെന്റൽ ലാംഗ്വേജ് ഈസ് ഡിഫറെന്റ്. ഓക്കെ. കാരണം രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിന്നുള്ള തലമുറകൾ തമ്മിലാണ് സംവദിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോ ആ, നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത് ജനറേഷൻ എക്സ് അല്ലെങ്കിൽ ജനറേഷൻ ബേബി ബൂമേഴ്സ് ആ ഉം. ഒരു കാലഘട്ടത്തിൽ വളർന്ന ആൾക്കാരാണ്. അപ്പൊ അവര് വന്നിട്ടുള്ളത് സ്റ്റെബിലിറ്റി ബേസ്ഡ് ഒരു വേൾഡിൽ നിന്നാണ്. അവിടെ എല്ലാം സ്റ്റേബിൾ ആയിരുന്നു, റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നു, എക്കോണമി സ്റ്റേബിൾ ആയിരുന്നു, ജോബുകൾ സ്റ്റേബിൾ ആയിരുന്നു, ഉം. എല്ലാം ഒരു സ്റ്റേബിൾ ആയിരുന്നു, നമുക്ക് അൺസർട്ടനിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ജെൻസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ .com ബബിൾ മുതൽ പിന്നെ വേൾഡ് എക്കണോമിക് മെൽറ്റ് ഡൗൺ 2008 ഉം. പിന്നെ അതിനുശേഷം സംഭവിച്ച ഒരുപാട് അൺസർട്ടനിറ്റി ഒരു നിറഞ്ഞ ലോകത്തിലാണ് അവർ ജീവിച്ചത്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ബേസ്ഡ് വേൾഡിൽ നിന്നും ഒരു അൺസർട്ടനിറ്റി ബേസ്ഡ് വേൾഡിലേക്കുള്ള മാറ്റം നമുക്ക് ഈ തലമുറകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ അൺസർട്ടനിറ്റി വേൾഡ് എന്ന് പറയുമ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ആക്രോണിം എന്ന് പറയുന്നത് വൂക്ക വേൾഡ് എന്നാണ്. വൂക്ക വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊളറ്റിലിറ്റി, അൺസർട്ടനിറ്റി, കോംപ്ലക്സിറ്റി ആൻഡ് അംബിഗ്വിറ്റി. അപ്പൊ ഇതിന്റെ എല്ലാം ആകത്തുകയായിട്ടൊരു ലോകത്തിൽ വളർന്നു വന്ന ഒരു ജനറേഷൻ, ആ ജനറേഷന്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് വ്യത്യസ്തമായിരിക്കും. ഉം. ഉദാഹരണത്തിന് നമ്മൾ ഈ വൂക്ക എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററിയിലാണ് ആ വാക്ക് വന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു യുദ്ധഭൂമിയിലുള്ള ഒരു ഭടന്റെ കാര്യം ചിന്തിച്ചു നോക്കൂ. അയാള് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് ഒരു മൈൻഡിലായിരിക്കാം, അത് പൊട്ടിത്തെറിക്കാം, ഉം. പുറകിൽ നിന്നൊരു വെടിയുണ്ട വരാം. അപ്പൊ അയാൾ ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റിൽ വേണം അവിടെ സർവൈവ് ചെയ്യാൻ. ഉം. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണ്ട സ്ട്രാറ്റജി ഒക്കെ ഡിവൈസ് ചെയ്യാനായിട്ടാണ് അവർ വൂക്ക എന്ന കോൺസെപ്റ്റ് അമേരിക്കൻ മിലിറ്ററി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. പക്ഷെ ഇപ്പോൾ അത് ബിസിനസ്സിലും നോർമൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നു. ഉം. കാരണം നമ്മുടെ യുദ്ധസമാനമായൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ. നമ്മുടെ വീടുകളിലും നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാം യുദ്ധസമാനമായ സാഹചര്യങ്ങളാണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം ആൾക്കാർ ജീവിക്കാൻ. ഉം. ഫോർ എക്സാമ്പിൾ വൊളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉം. ഇപ്പൊ നമ്മുടെ പേരൻസിന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ എല്ലാം വളരെ സ്ലോ ആയിരുന്നു. ആ. ഏഹ് നമുക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നു. നമ്മളിപ്പോ ഫോൺ വിളിക്കണമെങ്കിൽ നമ്മള് ട്രങ്ക് ബുക്ക് ചെയ്ത് വേണം ഫോൺ വിളിക്കാൻ. അപ്പൊ എല്ലാം സ്ലോ ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനായിട്ട് പല പല കാര്യങ്ങൾ എടുത്ത ഉം. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നമ്മുടെ ടെലിവിഷനാണ് 75 വർഷം കൊണ്ട് വന്നത്. ഉം. ടെലിഫോണിന് 38 വർഷം കൊണ്ടാണ് അത്രയും വ്യൂവേഴ്സ് വന്നത്. ഉം. അത് നമ്മളിങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അത് കുറഞ്ഞു വരികയാണ്. ഉം. ഉം. ഫേസ്ബുക്കിന് ഈ പറയുന്ന 100 മില്യൺ യൂസേഴ്സ് എത്താനായിട്ട് എടുത്തത് വെറും 4.5 ഇയേഴ്സ് ആണ്. ഓ. പക്ഷേ ആംഗ്രി ബേർഡ്സ് എന്ന ഗെയിമിന് ഉം. ഈ പറയുന്ന 100 മില്യൺ യൂസേഴ്സ് എടുക്കാൻ എടുത്തത് വെറും 35 ദിവസമാണ്. ഓഹോ. അപ്പൊ ഓക്കെ. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ ത്രെഡ്സ് അത് 100 മില്യൺ യൂസേഴ്സും ഒക്കെ എടുത്തത് ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും. ഉം. അപ്പൊ അത്രയും ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും. അപ്പൊ പേരൻസിനുള്ളൊരു കൺസേൺ ആണ്, നീ എന്താണ് ജോലിയെ കുറിച്ച് ചിന്തിക്കാത്തത്, നീ എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയെ കുറിച്ച് ചിന്തിക്കാത്തത്. ഉം. അപ്പോൾ മകൻ തിരിച്ചു ചോദിക്കും, ഞാൻ ഇന്ന് ജോലി ചെയ്ത കമ്പനി അടുത്ത വർഷം ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. കാരണം 1950കളിൽ ഒരു കമ്പനിയുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 75 വർഷമായിരുന്നു. ഉം. പക്ഷേ 2016 ഒരു കമ്പനിയുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 10 വർഷമാണ്. ഓക്കെ. 2030 ആകുമ്പോഴത്തേക്കും അത് ഒരു 7-8 വർഷമാവും.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഒരു കമ്പനി ജോയിൻ ചെയ്ത് 7-8 വർഷത്തിന് ശേഷം ആ കമ്പനി ഇല്ല. അപ്പൊ അത്രയ്ക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾ, ജെൻസി, അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കമ്പനി ജോയിൻ ചെയ്തു, ഇനി 40 വർഷത്തേക്ക് സുഖം അവിടുന്ന് റിട്ടയർ ചെയ്യുക. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല ജെൻസിക്കുള്ളത്. അതുപോലെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നസീം നിക്കോളസ് തലബ്, അദ്ദേഹത്തിന്റെ വേൾഡ് ഫേമസ് ആയിട്ടൊരു ഒരു ബുക്കാണ് ബ്ലാക്ക് സ്വാൻ. അപ്പൊ ബ്ലാക്ക് സ്വാനില് അത് ഒരു മെറ്റഫറാണ്. ഉദാഹരണത്തിന് നമ്മള് സ്വാൻസിലാണ് നമ്മുടെ റിസർച്ച് എങ്കിൽ നമ്മൾ 100 സ്വാൻസിനെ കണ്ടു, അത് വൈറ്റ് ആണ്. അപ്പോ 100, 1000, 10,000, 1,00,000 അങ്ങനെ 10 ലക്ഷം സ്വാൻസ് കണ്ടു, എല്ലാം വൈറ്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ സ്വാൻസും വൈറ്റ് ആണ്. പക്ഷെ അടുത്ത ദിവസം നമ്മൾ ഒരു ബ്ലാക്ക് സ്വാനിനെ കാണുന്നു. അപ്പൊ ഈ 10 ലക്ഷം വൈറ്റ് സ്വാൻസിനെ കണ്ട ആ ബേസിലുള്ള എല്ലാ അസംഷൻസും കാറ്റിൽ പറന്നു പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ബ്ലാക്ക് സ്വാൻ. അപ്പോ നമ്മളെ ബ്ലാക്ക് സ്വാൻ ഈസ് ആൻ അൺപ്രഡിക്റ്റബിൾ, വാട്ട് യു കോൾ റെയർ, അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഹൈ ഇമ്പാക്ട് ഇവന്റ്. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് സ്വാൻസ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സ്വാൻസ് സംഭവിച്ചിട്ടുള്ളത് ഈ ജെൻസിയുടെ കാലഘട്ടത്തിലാണ്. ഉദാഹരണത്തിന് ഇന്റർനെറ്റ് വന്നു, മൊബൈൽ ഫോൺസ് വന്നു, അതുപോലെ സ്മാർട്ട് ഫോൺസ് വന്നു, AI വന്നു. അപ്പോൾ അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ഒരുപാട് ഹൈ ഇമ്പാക്ട് ഇവന്റ്സ് സംഭവിക്കുകയാണ്. അതിലൂടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഉദാഹരണത്തിന് ലോകത്തിൽ ഒരു തലമുറയും നേരിടാത്ത ഒരു ബ്ലാക്ക് സ്വാൻ ആണ് കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തോളം ഒരാൾ വീടിനകത്തേക്ക് തന്നെ തളയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥ. അടുത്ത ദിവസം ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റി. അപ്പൊ അതിലൂടെയൊക്കെ കടന്നു പോയൊരു തലമുറ ഫേസ് ചെയ്യുന്ന ഒരു അപ്പൊ അവരോട് ഒരു 10 വർഷം കഴിഞ്ഞ് ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സാധിക്കില്ല. കാരണം അത്രയും ബ്ലാക്ക് സ്വാൻസ് ആണ് അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. അതാണ് അൺപ്രഡിക്റ്റബിലിറ്റി. മൂന്നാമത്തേത് കോംപ്ലക്സിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ഓരോ ഡിസിഷൻസ് എടുക്കുന്നതിനും നമുക്ക് പണ്ടുണ്ടായിരുന്നത് വളരെ ലിമിറ്റഡ് ചോയ്സസ് ആണ്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ വേൾഡ് വളരെയധികം കോംപ്ലക്സ് ആണ്, ഒരുപാട് സങ്കീർണമായിരിക്കുകയാണ്. അപ്പൊ ആ സങ്കീർണമായ ലോകത്തായിരിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ലാസ്റ്റ് ആണ് അംബിഗ്വിറ്റി. അംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണുന്നു അല്ലെങ്കിൽ ഒരു ചിത്രം കിട്ടുന്നു, ഇതൊരു റിയൽ ചിത്രമാണോ അതൊരു ഫേക്ക് ആണോ എന്നുള്ളത്, നമ്മളൊരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, അയാൾ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അംബിഗസ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിച്ചു വളർന്ന മാതാപിതാക്കൾ ഇതുപോലെ ഒരു വോളറ്റൈൽ, അൺസർട്ടൈൻ, കോംപ്ലക്സ് ആൻഡ് അംബിഗ്വസ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിച്ചു വളർന്ന ഒരു തലമുറയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഈ പറയുന്ന പേരൻസിന്റെ കംപ്ലൈന്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ആധാരം. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ നമ്മുടെ സ്റ്റീവൻ കോവയുടെ ഒരു ബുക്കുണ്ട് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അതിനകത്ത് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പറയുന്നത്, ഫസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ദെൻ ട്രൈ ടു ബി അണ്ടർസ്റ്റുഡ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കപ്പെടാൻ ആഗ്രഹിക്കണം. പേരൻസ് പറയുന്നത് എന്താണ്, ഇവരെന്താ ഞങ്ങളെ മനസ്സിലാക്കാത്തത്, ഞങ്ങളുടെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്. അപ്പൊ അതിന് പകരം ആദ്യം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെ മനസ്സിലാക്കാനൊരു എഫേർട്ട് എടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും അതാണ് നമ്മൾ പേരൻസ് എന്ന നിലയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ പേരൻസ് നമ്മളെ കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞത്, ഈ തലമുറ മോശമാണ്, ഇവർക്കൊരു ദിശാബോധമില്ല, ഇവര് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു കയ്യിൽ നിന്ന് പോയ തലമുറയാണ് എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയൊരു വേരിയേഷൻ ഉള്ളൊരു വെർഷനാണ് നമ്മൾ നമ്മുടെ തലമുറയെ കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും പറയുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായാൽ മതി. അതെ, എല്ലാ തലമുറയിലും നമ്മൾ കാണപ്പെടുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ പാരന്റ്സിന്റെ കാര്യമാണെങ്കിലും അവര് മോസ്റ്റ്ലി ഇപ്പം കുട്ടികൾ പറയുന്നതിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതെ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് സാർ ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങും അണ്ടർസ്റ്റുഡ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ സെക്കൻഡ് വൺ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ജെൻസി കിഡ്സിനിടയിൽ നമുക്ക് ഒരുപാട് ഒരു ഫ്രീഡം ഉണ്ട്. അവർക്ക് ശരിക്കും എന്ത്
കാര്യം നമുക്ക് വളരെ ആക്സസ് കൂടുതലാണ്, എല്ലാ കാര്യത്തിലും അവർക്ക് ഫ്രീഡം കൂടുതലാണ്. ആ. അപ്പോൾ ഇപ്പോൾ പാരൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ഒരിക്കലും അവർ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ വളരെ ഈസി ആയിട്ട് ജെൻസി കിഡ്സ് അവർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ശരിക്കും ഇത്തരമായിട്ടുള്ള ഈ ഒരു ഫ്രീഡം ശരിക്കും പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഏത് രീതിയിലാണ് ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നത് അവർക്ക്? ഈ രണ്ടുമാണ് എന്ന് ഞാൻ പറയും. കാരണം ഫ്രീഡം ജെൻസികൾക്ക് അവരെ ശക്തരാക്കുന്നുമുണ്ട്, അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നുമുണ്ട്. ഓക്കെ. കാരണം ഈ പേരൻസിന്റെ തലമുറയിൽ അവർക്ക് ഒരിക്കലും കിട്ടാത്തൊരു കാര്യമാണ് ഫ്രീഡം. അത് ഇൻഫർമേഷന്റെ കാര്യത്തിലാണെങ്കിലും, ഫിസിക്കൽ ഫ്രീഡത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സോഷ്യൽ ഫ്രീഡത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവര് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അനുഭവിച്ചതാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ജെൻസികൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഈ ഫ്രീഡം എങ്ങനെയാണ് ജെൻസികളെ ശക്തരാക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് തോൽക്കാനുള്ള അല്ലെങ്കിൽ ഫെയിൽ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഫ്രീഡത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നല്ല പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ തോൽവികളിൽ നിന്നാണ്. തോൽക്കാത്ത ഒരാള് ജീവിതത്തിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. പുതിയതായിട്ട് ശ്രമിക്കാത്ത ജീവിതത്തിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഔട്ട്കം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാനുള്ള ധൈര്യമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവുമോ, അതല്ലെങ്കിൽ തോറ്റുപോയാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അങ്ങനെ ഒരു വിഷമമില്ലാതെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ് ഈ ഫ്രീഡത്തിന്റെ ഏറ്റവും വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കാണുന്നത്. കാരണം നമ്മുടെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽവികളെ നേരിടാനുള്ള കഴിവ് ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ എടുത്താലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ JK റൗളിംഗ്, ഹാരി പോട്ടറിന്റെ, അവര് 13 തവണ അവര് റിജക്ട് ചെയ്യപ്പെട്ടിട്ടാണ് അവരുടെ ബുക്ക് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ വാൾട്ട് ഡിസ്നി അദ്ദേഹത്തിന്റെ ബിസിനസ് ഐഡിയ 300ഓളം ബാങ്കേഴ്സിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തു. അവരെല്ലാം റിജക്ട് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഐഡിയ ഒരു ബാങ്കർ ആക്സെപ്റ്റ് ചെയ്തത്. അതുപോലെ KFCയുടെ ഹാർലൻ സാൻഡേഴ്സ് 1009 റെസ്റ്റോറൻറ്റ്സിൽ അദ്ദേഹത്തിന്റെ ചിക്കൻ റെസിപ്പിയുമായിട്ട് 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം പോയി. അത്രയും റിജക്ഷൻസ് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ എങ്ങനെ റിജക്ഷൻസിനെ അല്ലെങ്കിൽ ഫെയിലിയേഴ്സിനെ ഉൾക്കൊള്ളാം എന്നുള്ളത് പഠിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചത്. അപ്പോൾ ആ ഒരു ഫ്രീഡം നമ്മുടെ ജെൻസികൾക്ക് പേരൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല, ഫെയിൽ ചെയ്താലും ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഫ്രീഡം. അതുപോലെ തന്നെ ഈ ഫെയിൽ ചെയ്യുന്നതും ഒരു 4 രീതിയിൽ ഫെയിൽ ചെയ്യണമെന്നാണ് പറയുക. അത് ചുമ്മാ പോയേക്ക് തോറ്റാ പോലെ, നമ്മുടെ യോധയിൽ പോയത് പോലെ ചുമ്മാ പോയേക്ക് തോറ്റാ പോലെ തോക്കുന്നതിന് ഒരു ശാസ്ത്രമുണ്ട്. അതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് യു ഷുഡ് ഫെയിൽ ഏർലി എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-ാമത്തെ വയസ്സിൽ ഒരു കാര്യം ചെയ്ത് തോക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഏറ്റവും ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം തോക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഗൂഗിൾ ലെൻസ്. ആദ്യം ഗൂഗിൾ ലെൻസ് ഇറക്കിയപ്പോൾ അത് ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇറക്കിയത്. അപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി പ്രൈവസിയുടെ ഇഷ്യൂസ് വരും, അത് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കും. അപ്പോൾ അവരത് അപ്പോഴേ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ അത് അവിടെ ഒരു വലിയ സക്സസ് ആയി. അപ്പോൾ യു ഷുഡ് ഫെയിൽ ഏർലി. പിന്നെ യു ഷുഡ് ഫെയിൽ ഫസ്റ്റ്, യു ഷുഡ് ഫെയിൽ ഓഫൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് ഡൈസൺ എന്ന് പറയുന്നത് വാക്യൂം ക്ലീനർ ആണ്. അപ്പോൾ ഡൈസൺ ഓൾമോസ്റ്റ് 5000 ഡിഫറെന്റ് ഐറ്ററേഷൻസ് നടത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ള ആ മോഡല് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഫെയിലിയർ കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്ത് അടുത്ത ഫെയിലിയർ, പിന്നെ കുറേ നേരം 10 വർഷം കഴിഞ്ഞ് അടുത്ത ഫെയിലിയർ, അങ്ങനെയല്ല, ഒരെണ്ണം കഴിഞ്ഞ് അത് ശരിയായില്ലെങ്കിൽ ഉടനെ തന്നെ അടുത്തത്, അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഫെയിൽ ചെയ്യാനായിട്ട്. പിന്നെ ഫെയിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ഫെയിൽ ചെയ്യാമോ അത്രയും ഫെയിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സ്പേസ് എക്സ് അവരുടെ ഫാൽക്കൺ 1 ഇറക്കി, അത് ഫെയിലിയർ ആയി. പക്ഷെ അത് ഫെയിലിയർ ആയി അതിൽ വിഷമിച്ചിരിക്കാതെ അവർ ഫാൽക്കൺ 2 ഇറക്കി, 3 ഇറക്കി. വിത്തിൻ 3 years അവർ ഫാൽക്കൺ 4 ഇറക്കി, അത് ഹിറ്റായി. അതാണ് നാസയുമായിട്ട് ചേർന്ന് വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ യു ഷുഡ് ഫെയിൽ often, you should fail early, you should fail fast, and you should fail forward. എന്ന് പറഞ്ഞാൽ നമ്മൾ
ഈ ഒരു ഫെയിലിയറിൽ നിന്ന് ഫെയിലിംഗ് ബാക്ക്വേർഡ്, നമ്മൾ ഫെയിൽ ചെയ്ത് അതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഡിപ്രസ്ഡ് ആയി പോകാതെ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കി യു ഷുഡ് ഫെയിൽ ഫോർവേഡ്. IBM ചെയ്തത് അതാണ്. IBM ആദ്യം കമ്പ്യൂട്ടേഴ്സ്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആയിട്ടാണ് ഇറക്കിയത്. അത് ബാക്ക് ഫയർ ചെയ്തു. പക്ഷേ അതിന്റെ ലേണിങ്സിൽ നിന്ന് അവര് ഊർജ്ജം ഉൾക്കൊണ്ട് അവർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടിങ്ങിലേക്ക് മാറി. പിന്നെ അതാണ് IBMന്റെ മെയിൻ റവന്യൂ ആയിട്ട് മാറിയത്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടിങ്. അപ്പോൾ പല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ 4 രീതിയിലും ഫെയിൽ ചെയ്യാനുള്ള ഒരു പെർമിഷൻ, അതാണ് ജെൻസിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഫെയിൽ ചെയ്യാനോ കാര്യങ്ങൾ ട്രൈ ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതാണ് ജെൻസിയെ ഫ്രീഡം ശക്തരാക്കിയത്, ഈ പറഞ്ഞ ദ ഫ്രീഡം ടു ഫെയിൽ ആണ്. പക്ഷെ അതിന്റെ ഫ്ലിപ്പ് സൈഡ് പോലെ തന്നെ ഒരു പേരൻസിന്റെ ആശങ്ക ഒരു പരിധിവരെ ശരിയാണ്. ഈ ഫ്രീഡം അവർക്ക് കൊടുക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. കാരണം ജെൻസി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് ചോയ്സസ് ആണ്. അത് ബാരി ഷ്വാൾസിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കുണ്ട്, ദ പാരഡോക്സ് ഓഫ് ചോയ്സ്. അത് നമ്മുടെ മനുഷ്യ മനഃശാസ്ത്രത്തിലെ വലിയൊരു പ്രഹേളികയാണ് അവര് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നു കൂടുതൽ ചോയ്സ് ഉള്ളത് നല്ലതാണ്. കാരണം 2 ചോയ്സ് ഉള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതും 10 ചോയ്സ് ഉള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതും, ഓപ്ഷൻ കൊടുത്താൽ എല്ലാവരും 10 ചോയ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഓപ്റ്റ് ചെയ്യും. പക്ഷേ ഈ സയന്റിഫിക് റിസർച്ച് പറയുന്നത് ചോയ്സസ് കൂടും തോറും നമ്മുടെ മെന്റൽ സ്ട്രെയിൻ കൂടും, നമ്മുടെ സന്തോഷം കുറയും. അതിന്റെ വളരെ ഫേമസ് ആയിട്ടൊരു എക്സാമ്പിൾ അവര് ആ ബുക്കിൽ പറയുന്നുണ്ട്. ഒരു കമ്പനി 2 സ്റ്റോൾ ഇട്ടു. ഒരു സ്റ്റോളിൽ 24 ടൈപ്പ് ഓഫ് ജാംസ് വെച്ചു, വേറൊരു സ്റ്റോളിൽ 6 ടൈപ്പ് ഓഫ് ജാംസ് വെച്ചു. 24 ടൈപ്പ് ഓഫ് സ്റ്റോളിലാണ് ഒരുപാട് ആളുകൾ കയറിയത്, പക്ഷെ വാങ്ങിച്ച ആളുകൾ കുറവായിരുന്നു. 6 ജാമുള്ള സ്ഥലത്ത് കുറച്ച് ആളുകളെ കയറിയുള്ളൂ, പക്ഷെ കയറിയ ആളുകൾ വാങ്ങിച്ചു. അപ്പൊ ചോയ്സസ് കൂടുമ്പോൾ നമ്മുടെ ഡിസിഷൻ ഫെറ്റീഗ് നമുക്കുണ്ടാകുന്നു. അപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കാനുള്ള ചാൻസസ് കുറവാണ്. ബിസിനസ് തിയറി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ ബേസിക്കലി നമ്മുടെ ഈ പറഞ്ഞ സന്തോഷവുമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനകത്ത് 2 ടൈപ്പ് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, സാറ്റിസ്ഫൈസേഴ്സ് ആൻഡ് മാക്സിമൈസേഴ്സ്. ഇപ്പൊ നമ്മളൊരു ഷർട്ട് എടുക്കണമെന്ന് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചു. മാക്സിമൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലായിടത്തും പോയി സെർച്ച് ചെയ്ത് എല്ലാ റിവ്യൂസും നോക്കി എല്ലാവരോടും ചോദിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എടുക്കാനാണ് അവർ നോക്കുക. സാറ്റിസ്ഫൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പേരോട് ചോദിച്ചു, 1-2 റിവ്യൂ നോക്കി, കൊള്ളാം, അത് വാങ്ങിച്ചു. അപ്പോ ലൈഫിലെ ഹാപ്പിനെസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സാറ്റിസ്ഫൈസേഴ്സ് ആയിരിക്കും ഹാപ്പി. മറ്റുള്ളവര് ഈ പറഞ്ഞ എല്ലാ എഫേർട്ടും എടുത്ത് ഏറ്റവും ബെസ്റ്റ് വാങ്ങിച്ചാലും അവർക്ക് എപ്പോഴും കുറച്ചുകൂടി നല്ലത് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും അവര് ഈ റിവ്യൂ കൂടി, അയ്യോ ഇതിനകത്ത് കുറച്ചുകൂടി നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ജെൻസി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഫോർ എക്സാമ്പിൾ ഡേറ്റിംഗ് ആപ്സ്, എന്തൊരു ഡേറ്റിംഗ് ആപ്സ് ആണ്. അതുപോലെ പണ്ട് നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ബ്രോക്കർ വന്ന് ഒരു 5-6 ഫോട്ടോ കാണിക്കും, അതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. അവരെ കാണാൻ പോലും ചിലപ്പോൾ നേരെ കാണാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇന്നിപ്പോ നമ്മൾ മാട്രിമോണിയിൽ ഇടുന്നു, 100 കണക്കിന് പ്രൊഫൈലുകൾ കാണുന്നു, അതുപോലെ ഡേറ്റിംഗ് ആപ്സിൽ പോകുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് വളരെ ടഫാണ്. അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങൾ വളരെ വലുതാണ്. അതുപോലെ കരിയർ ചോയ്സ്, പണ്ട് ഉണ്ടായിരുന്നത് ആകെ 1-2 കരിയർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ കരിയർ ചോയ്സസ് അനന്തമാണ്. അപ്പൊ ഏത് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പൊ പറഞ്ഞ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ശരിക്കും കരിയറിന്റെ കാര്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് അതേ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. കാരണം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് പോലും കൺഫ്യൂഷനാണ്. അതെ. അപ്പൊ അതാണ് ജെൻസി ഫേസ് ചെയ്യുന്ന ഫ്രീഡത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു പാർശ്വഫലം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കടല് പോലെയുള്ള ആ ഒരു ചോയ്സസിന്റെ ഇടയിൽ ഡിസിഷൻ എടുക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടി അന്താളിച്ച് നിൽക്കുന്ന ഒരു ജനറേഷൻ കൂടിയാണ് ജെൻസി. അപ്പോ ഇത് നമ്മുടെ പേരൻസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതാണെങ്കിലും ജെൻസികൾക്ക് ഉപദേശം ഇഷ്ടമല്ല എന്നാലും ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ്. ഫ്രീഡം, ഡിസിപ്ലിൻ, ഇത് രണ്ടും ഓപ്പോസിറ്റ്സ് ആണ് എന്നാണ് നമ്മൾ സാധാരണ ധരിക്കുന്നത്. കാരണം ഡിസിപ്ലിൻ ഇല്ലാത്തടത്താണ് ഫ്രീഡം എന്നാണ് ജെൻസി വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾക്ക് ഫ്രീഡം വേണമെങ്കിൽ, യഥാർത്ഥ ഫ്രീഡം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിനിലൂടെ മാത്രമേ
അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഉം. ഇത് ഒരു വലിയ സത്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ ജൻസികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മുടെ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു വേൾഡ് ഫേമസ് ആയിട്ടൊരു ഓഥർ ഉണ്ട്. അദ്ദേഹത്തിന്റെ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിന് കൂടുതലും അദ്ദേഹം നാസി തടങ്കൽ പാളയത്തിൽ പോയതും അവിടെ അദ്ദേഹത്തെ കടന്നുപോയ ഒരുപാട് യാതനകളുടെയും കഥയാണ്. ഉം. അപ്പൊ അതിനകത്ത് അദ്ദേഹം മെയിനായിട്ട് പറയുന്നത് ഈ പറയുന്ന ഏത് മോശമായ അവസ്ഥയിലും നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഇസ് എ സ്പേസ്. ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റിയൽ ഫ്രീഡം എന്ന് അദ്ദേഹം പറയുന്നു. ഇത് വിശദീകരിച്ചാൽ ഇപ്പോ നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചു, അതാണ് സ്റ്റിമുലസ്. ഇതിന്റെ റെസ്പോൺസ് നമുക്ക് വേണമെങ്കിൽ അയാളെ അപ്പം തന്നെ ചീത്ത വിളിക്കാൻ തിരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ സങ്കടപ്പെടാൻ, കരയാം. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമ്മൾ ആയിരിക്കാൻ സാധിച്ചാൽ അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ റെസ്പോൺസ് എനിക്ക് തീരുമാനിക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് റിയൽ ഫ്രീഡം. അതുപോലെ ഞാൻ ഒരു കാര്യം ചെയ്തു, അത് പരാജയപ്പെട്ടു, പക്ഷേ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഡിപ്രസ്ഡ് ആവാം. അതിന് പകരം ഞാൻ ആ സ്പേസ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്പേസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് റിയൽ ഫ്രീഡം. അപ്പോൾ എപ്പോഴും നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ നമ്മളെപ്പോഴും പറയുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രീഡം എന്ന്. ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണോ ഫ്രീഡം? പക്ഷെ ഒരു കാര്യം ഞാൻ അതിന്റെ കൂടെ ചോദിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന് ഡിസിപ്ലിൻ വേണ്ടേ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എനിക്ക് ആർക്കും അവരുടെ ശരീരം വളരെ അൺഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. ഇനി എല്ലാവർക്കും ശരീരം ഹെൽത്തി ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം, നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത് ഫ്രീഡം അല്ലേ? ആ ഫ്രീഡം എങ്ങനെ ലഭിക്കും? ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഫ്രീഡം കിട്ടില്ല. നമുക്ക് ഡിസിപ്ലിനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വായന, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സിൽ എനിക്ക് ഫ്രീഡം വേണം. പക്ഷേ റിലേഷൻഷിപ്സിൽ ഫ്രീഡം വേണമെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിയൽ ഫ്രീഡം കിട്ടുകയുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമാണെങ്കിൽ അത് നമുക്ക് ഡിസിപ്ലിനിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഓൺലി ഇഫ് യു ആർ എ ഡിസിപ്ലിൻ പേഴ്സൺ യു ക്യാൻ ബി റിയലി ഫ്രീ. അതെ, ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അഡിക്ഷൻസ് വേണ്ട, പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കുന്നു. ഇതൊക്കെ എനിക്ക് വേണ്ട, പക്ഷെ അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോ എനിക്ക് ഫ്രീ ആവണമെങ്കിൽ, എനിക്ക് റിയൽ ഫ്രീഡം ഫ്രം ഇത് വേണമെങ്കിൽ അത് ഡിസിപ്ലിനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ എപ്പോഴും ജെൻസി കിഡ്സ് മനസ്സിലാക്കേണ്ടത് ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കഴിവാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് ഡിസിപ്ലിനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ ബോഡിയെ ഇഷ്ടമാണ്, എനിക്ക് ആ ബോഡിയെ ടേക്ക് കെയർ ചെയ്യണം, അതിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഡിസിപ്ലിനിലൂടെ ഡയറ്റ് ഡിസിപ്ലിൻ ആൻഡ് ഫിസിക്കൽ ഡിസിപ്ലിനിലൂടെ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എൻ്റെ പണം വെച്ച് ചെയ്യാൻ ആഗ്രഹമാണ്, പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഫ്രീഡം ഈക്വൽ ടു ഡിസിപ്ലിൻ. സത്യം പറഞ്ഞ ഫ്രീഡത്തിന് നമ്മൾ കുറച്ചുകൂടെ വലിയ രീതിയിൽ റീഡിഫൈൻ ചെയ്തെടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഈ ഒരു കാലത്ത്. അതെ, നമ്മൾ ഇത്ര നാൾ കണ്ടതും കേട്ടതും അല്ല ഫ്രീഡം എന്നുള്ള രീതിയിലുള്ള ചിന്തയിലേക്ക് അതെ. അല്ല, ശരിക്കുമുള്ള ഫ്രീഡം എന്ന് പറയുന്നത് യെസ് പറയുന്നതല്ല ഫ്രീഡം, നോ പറയുന്നതാണ് ഫ്രീഡം. കാരണം നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം അതെന്താണെന്ന് മനസ്സിലാക്കുക, അതിനോട് യെസ് പറയുക. അതിനോട് യെസ് പറയാൻ സാധിക്കണമെങ്കിൽ മറ്റു 100 കാര്യങ്ങളോട് നോ പറയാൻ സാധിക്കണം. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം എടുത്തു കളയുന്ന ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ പണം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളോട് നോ പറയാൻ സാധിച്ചാലേ എനിക്ക് റിയലി ഫിനാൻഷ്യലി ഫ്രീ ആവാൻ സാധിക്കുകയുള്ളൂ.
അതുപോലെ എനിക്ക് എന്താണ് ഹെൽത്ത് ഫ്രീഡം, ഫിസിക്കൽ ഫ്രീഡം വേണമെങ്കിൽ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് എടുത്തു കളയുന്ന ജങ്ക് ഫുഡ്, അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതുപോലെ ഒരുപാട് അഡിക്ഷൻസ്, ഇതിനോടെല്ലാം നോ പറഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ ഫിസിക്കൽ ഫ്രീഡത്തോട് യെസ് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രീഡം ഈസ് അബൌട്ട് നോട്ട് അബൌട്ട് സെയിങ് യെസ്, ഇറ്റ്സ് മോർ അബൌട്ട് സെയിങ് നോ. ട്രൂ. അതെ. സർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വൈസിന്റെ കാര്യം. ഇപ്പം അഡ്വൈസ് എന്ന് പറയുന്നത് ആർക്കും ഏത് തലമുറ എടുത്തു നോക്കിയാലും അത്ര ഇഷ്ടാവുന്ന ഒരു കാര്യമായിരിക്കില്ല. പ്രത്യേകിച്ച് ജെൻസി കിഡ്സിന്റെ എടുത്താൽ നോക്കിയാൽ അവരൊട്ടും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു പാരന്റ്സിന്റെ അഡ്വൈസ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ പാരന്റ്സ് അവരുടെ ടീനേജിൽ എടുത്ത ഡിസിഷൻ ശരിക്കും ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് വർക്ക് ആവണമെന്നില്ല. അതേ രീതിയിൽ തന്നെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നതും അവര് ഒരു റിയാലിറ്റി കാണുന്നതും വേൾഡിനെ കാണുന്നതും ഒക്കെ. അപ്പൊ ശരിക്കും ഈ ഒരു പാരന്റ്സിന്റെ അഡ്വൈസ് ഇഗ്നോർ ചെയ്യുന്നത് ശരിക്കും എങ്ങനെയാണ് നമുക്ക് ഡിസ്റെസ്പെക്ട് എന്നുള്ളൊരു രീതിയിലേക്ക് മാറ്റി വെക്കണോ? ഏത് രീതിയിൽ അത് പറയുന്നത്? ഈ പറഞ്ഞ പോലെ പേരൻസിന്റെ ആ ഒരു കാഴ്ചപ്പാടില് ഒരു വ്യത്യാസം വരണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാം ജെൻസിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോ നമ്മള് റെസ്പെക്ട് ഇല്ല എന്നല്ല, ബ്ലൈൻഡ് ഒബീഡിയൻസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ തലമുറയില് ഞാൻ പറയും നീ കേൾക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയില് ഞാൻ പറയും എന്തുകൊണ്ടാണത് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് കേൾക്കും. പണ്ടത്തെ പോലെ ബ്ലൈൻഡ് ഒബീഡിയൻസ്, ഞാൻ പറഞ്ഞതുകൊണ്ട് നീ കേൾക്കണം എന്നുള്ള രീതിയിൽ നടക്കില്ല. നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പണ്ട് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സോഴ്സിൽ നിന്ന് മാത്രമേ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയുള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ ജെൻസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫാക്ട് ചെക്കിംഗ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. അവർക്ക് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ പേരൻസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, അത് തെറ്റാണ്, അത് ശരിയാണോ, അല്ല ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് ഇതറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ അതോറിറ്റി എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അവർക്ക് നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവരുടെ റെസ്പെക്ട് കിട്ടുകയില്ല. നമ്മൾ എപ്പോഴും അവരെ അവരുടെ ആ ഒരു ഇൻഫർമേഷൻ കണക്കിലെടുത്ത് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും വേണ്ടത്. അതിന് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ബുക്കാണ് സ്റ്റാർട്ട് വിത്ത് വൈ, സൈമൺ സിനെക് എന്നുള്ള ഒരു ഓഥർ എഴുതിയ ബുക്കാണ് സ്റ്റാർട്ട് വിത്ത് വൈ. അതിനകത്ത് പറയുന്ന ഒരു ഗോൾഡൻ സർക്കിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. അതിനകത്ത് 3 കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. അതിന്റെ ഏറ്റവും പുറത്തുള്ള സർക്കിള് വാട്ട്, നടുക്കത്തെ സർക്കിൾ ഹൗ, ആൻഡ് ഉള്ളിലത്തെ സർക്കിളാണ് വൈ. അപ്പൊ അത് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളും ഏറ്റവും വലിയ നേതാക്കന്മാരും എല്ലാം അവരുപയോഗിക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിനകത്ത് ഈ സാധാരണ കമ്പനികളും വളരെ വിജയിച്ച കമ്പനികളും അല്ലെങ്കിൽ നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് എന്താണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ വിജയിച്ച കമ്പനികൾക്ക് നേതാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആപ്പിള് അവർ സെല്ല് ചെയ്യുന്നത് യൂഷ്വലി ഒരു കമ്പനി സെല്ല് ചെയ്യുന്ന പോലെയാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അവർ പറഞ്ഞാൽ ഞങ്ങൾ വളരെ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ വലിയ നല്ല കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കും. എങ്ങനെയാണ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, ഡിസൈനിൽ നല്ലതാണ്, അതുകൊണ്ട് നിങ്ങൾ ആപ്പിൾ വാങ്ങിക്കൂ എന്നല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ആപ്പിൾ തിങ്ക് ഡിഫറെൻറ്റ്, ആപ്പിൾ ഒരു വലിയ റെവല്യൂഷന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് ലോകത്തോട് പറയണോ ഞാൻ ഡിഫറെന്റ് ആണ് എന്ന്, എങ്കിൽ നിങ്ങളൊരു ആപ്പിൾ വാങ്ങിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആപ്പിൾ ധരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ കയ്യിൽ വെക്കുന്നതിലൂടെ ഇയാളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, ഐ ആം ഡിഫറെന്റ്. അപ്പോൾ വൈ they should use the product എന്നുള്ളതാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ജെൻസി കിഡ്സിനും നമ്മളെപ്പോഴും
എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നീ അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. കാരണം കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ പേരൻസിന് റെസ്പെക്ട് വേണമെങ്കിൽ ഈ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ് വേണ്ടത്. പിന്നെ നമ്മൾ ഈ റീസെന്റ് ആയിട്ട് വായിച്ചൊരു ബുക്കാണ് നോ റൂൾസ് റൂൾസ്. നെറ്റ്ഫ്ലിക്സിന്റെ ഒരു കൾച്ചറിനെ കുറിച്ചൊരു കഥയാണ്. അപ്പൊ നെറ്റ്ഫ്ലിക്സിൽ അവര് റൂൾസ് ഒന്നും ഫോളോ ചെയ്യാറില്ല. അപ്പോൾ അവര് ഒരു ഫ്രീഡം കൊടുക്കുകയാണ്. അപ്പൊ അതിനെല്ലാത്തിനും ഒരു സ്ട്രോങ് കോണ്ടെക്സ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള വർക്ക് അവേഴ്സ് ഇല്ല, പിന്നെ ലീവ് പോളിസീസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇത്ര സമയം വർക്ക് ചെയ്യണം, ഇന്ന ദിവസങ്ങളിൽ വരണം എന്നൊന്നും അവർ പറയില്ല. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അവർ പറയില്ല. ഓൺലി വാട്ട് മാറ്റേഴ്സ് ഈസ് വൈ യു ഷുഡ് ഡു വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ, അത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ. അപ്പൊ അത് ഈ ജെൻസി ക്രൗഡിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഒരു ഒരു എക്സാമ്പിൾ ആണ് നെറ്റ്ഫ്ലിക്സിന്റെ വർക്ക് കൾച്ചർ. അപ്പോ ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അവരോട് സംസാരിക്കുമ്പോൾ പേരൻസ് എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്. ഞാൻ പറയുന്നതൊക്കെ കേട്ടാൽ മതി എന്ന് പറയുന്നതിന് പകരം, മോനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ നീ ഒന്ന് ആലോചിക്കുക, നീ ഇത് നിന്റേതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ശ്രദ്ധിക്കും. അപ്പോ എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. അതെ. ആക്ച്വലി ഇപ്പം നമ്മൾ അടുത്തൊരു കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ എല്ലാ തലമുറയിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന കാര്യം, ഇപ്പം പണ്ടത്തെ ആൾക്കാർ അപ്പൂപ്പന്മാരൊക്കെ സ്കൂളിൽ പോയൊരു കഥ ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഞാൻ കാടും മലയും ഒക്കെ താണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോയത് അങ്ങനെയൊക്കെ പറയും. ഫാക്റ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും അത് കേട്ട് ഇതാവുമ്പം അത് നമുക്കൊരു അരോചകമായിട്ട് ഇടയ്ക്ക് തോന്നാറുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും. ആ കഷ്ടതകളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പം പാരൻസ് പലപ്പോഴും ചിന്തിക്കുന്നത് കുട്ടികൾ വളരെ ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ നേടുന്നത്. ഇപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നത്, പിന്നെ എന്തുകൊണ്ട് അവർക്ക് ആയിക്കൂടാ എന്നുള്ളൊരു അത്ര ഒരു നിലപാടുണ്ടല്ലോ. മാത്രമല്ല ഒരു ടൂ മച്ച് എക്സ്പെക്ടേഷൻസ് ആണ് കിഡ്സിനെ കുറിച്ച്. അപ്പൊ അത് എങ്ങനെയാണ്, ഏത് പെർസ്പെക്റ്റീവിലാണ് അതെങ്ങനെ കാണുന്നത്? അതും ഈ പറയുന്നത് പോലെ നമ്മൾ അവരെ കാണുന്ന രീതി വളരെ ഒരു വ്യത്യസ്തമാണ്. കാരണം എല്ലാ തലമുറയ്ക്കും അവരുടേതായ കഷ്ടപ്പാടുകളിലൂടെയാണ് അവർ കടന്നുപോയത്. ഇപ്പോൾ നമ്മുടെ പേരൻസ് പറയും, നമ്മുടെ സ്കൂളുകളിൽ പോയപ്പോഴത്തേക്കും അവരെ ഒരുപാട് നടന്നാണ് പോയത്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, അവർക്ക് വേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ഇന്ന് എല്ലാം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥിര സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്കൊന്നും ഒന്നുമില്ലായിരുന്നു, നിനക്കൊക്കെ എല്ലാം ഉണ്ട്, പിന്നെ എന്താണ് നിന്റെ കുഴപ്പം എന്ന് ചോദിക്കുമല്ലോ. അപ്പോ നമ്മള് ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ പൂർണ്ണമല്ല. ആ അപൂർണമായ ഭാഗം എന്ന് പറയുന്നത് ഇവർ കടന്നു പൊക്കോണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഡിഫറൻ്റ് ആണ്. ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അത് നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ രണ്ടുപേര്, ഒരാളുടെ പേര് അഭയ്, ഒരാളുടെ പേര് മൃദുൽ. അഭയ് 1 കിലോമീറ്റർ 10 മിനിറ്റിൽ ഓടുന്നു, മറ്റേ ആള് 1.5 കിലോമീറ്റർ, മൃദുൽ 1.5 കിലോമീറ്റർ 10 മിനിറ്റിൽ ഓടുന്നു. അപ്പൊ ഇതിനകത്ത് ആരാ ഹെൽത്തി? 1 കിലോമീറ്റർ 10 മിനിറ്റ്, 1.5 കിലോമീറ്റർ 10 മിനിറ്റ്. അതെ, 1.5 കിലോമീറ്റർ ആയിരിക്കില്ലേ? അതെ. അപ്പോ 1.5 കിലോമീറ്റർ ഓടിയ ആളാണ് കൂടുതൽ ഹെൽത്തി. അപ്പോൾ അതിന്റെ കൂടെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യുകയാണ്, ഒരാൾ ഓടിയത് ഒരു പ്രിപ്പയർഡ് ട്രാക്കിലും മറ്റേ ആൾ ഓടിയത് ഒരു മണൽ നിറഞ്ഞ ട്രാക്കിലുമാണ് എന്നുള്ളതാണ്. അപ്പൊ ആരാണ് കൂടുതൽ ഹെൽത്തി? മണൽ നിറഞ്ഞ. അതെ. അപ്പോ ആദ്യത്തെ എക്സാമ്പിളില് മൃദുലാണ് കൂടുതൽ ഹെൽത്തി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ എക്സാമ്പിളിൽ അത് തിരിഞ്ഞു. പിന്നെ ഞാൻ പറയുകയാണ്, ഇപ്പം അഭയാണ് കൂടുതൽ ഹെൽത്തി. ഇപ്പൊ ഞാൻ പറയുന്നു അഭയുടെ വയസ്സ് 50, മൃദുലിന്റെ വയസ്സ് 25 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 50 വയസ്സ് ഇക്വേഷൻ തിരിഞ്ഞു. പിന്നെ ഞാൻ പറയുകയാണ്, ഒരാളുടെ വെയിറ്റ് 165 ഒരാളുടെ വെയിറ്റ് 50 ആണെന്ന് പറഞ്ഞാൽ വീണ്ടും അത് തിരിയും. അപ്പോ നമ്മൾ ഒരാളെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്
മാറും. തീർച്ചയായും. അപ്പോ നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അവരുടെ ഭാഗത്ത് അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കാം, പക്ഷേ അവർ കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങൾ, വൈകാരികമായ സംഘർഷങ്ങൾ എല്ലാം വളരെ കൂടുതലാണ്. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പേരൻസിന്റെ തലമുറയിൽ അവർക്കൊരിക്കലും ഒരു ഇമോഷണൽ സപ്പോർട്ടിന്റെ കുറവുണ്ടായിട്ടില്ല. കാരണം കൂട്ടുകുടുംബമായിരുന്നു, വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അമ്മൂമ്മയുണ്ടായിരുന്നു, അപ്പോൾ അപ്പാപ്പനുണ്ടായിരുന്നു, ഇളയമ്മയുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എല്ലാവരുടെയും കൂടെ ഇരിക്കുകയും ആ ഒരു സ്നേഹം, ആ ഒരു എന്താണ് ഒരു ഒത്തൊരുമ, അതെല്ലാം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇല്ലായ്മകളിലും നമ്മുടെ മനസ്സ് എപ്പോഴും നിറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ജെൻസി തലമുറ എടുത്തു കഴിഞ്ഞാൽ പേരൻസ് വർക്കിംഗ് ആണ്, ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് വന്നു. അപ്പോൾ കുട്ടികൾ ഏകാന്തത അനുഭവിക്കുന്നു. ഒറ്റ കുട്ടി മാത്രമാണെങ്കിൽ അവന് കളിക്കാൻ ആരുമില്ല, ചിലപ്പോൾ ഒരു ഫ്ലാറ്റിലായിരിക്കാം, ഒറ്റയ്ക്കുള്ള വീട്ടിലായിരിക്കാം. അപ്പോൾ എല്ലാം അവനുണ്ട്, അവന് ഭക്ഷണമുണ്ട്, അവന് സ്കൂൾ ബസ് ഉണ്ട്, പക്ഷേ അവൻ അനുഭവിക്കുന്ന ആ മാനസിക വ്യഥ അത് ഭയങ്കരമാണ്. അപ്പോ നമ്മൾ അവർക്കെല്ലാം ഉണ്ട്, പക്ഷെ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. ഇതിന് ബേസിക്കലി സർവൈവർഷിപ്പ് ബയസ് എന്നാണ് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സാമ്പിളിൽ നിന്നാണ്. വേൾഡ് വാർ 2 സമയത്ത് ഈ പറയുന്ന എന്താണ് ഫൈറ്റർ ജെറ്റുകൾ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ എഞ്ചിനീയേഴ്സ് മെയിൻലി അവരെ എക്സാമിൻ ചെയ്ത് ആ ഫൈറ്റർ പ്ലെയിൻസ് കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുകയാണ്. അപ്പോൾ ഓരോ പ്ലെയിൻ യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോഴും അതിൻ്റെ ഒരുപാട് ചുറ്റും ബുള്ളറ്റ് മാർക്സ് ഉണ്ടാവും. അപ്പോൾ അവര് നോർമലി ആലോചിക്കുന്നത് ഈ അതിൻ്റെ വിങ്സിലും അതിൻ്റെ ടെയിൽ എൻഡിലും ഒക്കെയാണ് കൂടുതലും ബുള്ളറ്റ് മാർക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സാധാരണ എഞ്ചിനീയർ എന്ന നിലയിൽ അവരെന്താ ചിന്തിക്കുക, ഈ ബുള്ളറ്റ് മാർക്ക് ഉള്ള സ്ഥലത്ത് കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യാൻ ആണ് അവർ ചിന്തിച്ചത്. പക്ഷേ അവരുടെ ഗ്രൂപ്പിൽ ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ മാത്തമാറ്റീഷ്യൻ ഒരു റിവേഴ്സ് ലോജിക്കാണ് പറഞ്ഞത്, നിങ്ങൾ വെടികൊള്ളാത്ത ഭാഗത്ത് റീഇൻഫോഴ്സ് ചെയ്യണം. കാരണം ഒരുപാട് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും, എല്ലായിടത്തും റീഇൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇതിന്റെ വെയിറ്റും ഫ്യൂവൽ എഫിഷ്യൻസി ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം ഈ പറഞ്ഞ തിരിച്ചു വന്ന പ്ലെയിനുകളിലാണ് ഈ പറഞ്ഞ ചിറകുകളിലും ഈ ടെയിൽ എൻഡിലും ഒക്കെ വെടിയുണ്ട ഉള്ളത്. ഈ എഞ്ചിൻ ഭാഗത്ത് വെടിയുണ്ട കൊണ്ട പ്ലെയിനുകൾ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും സർവൈവ് ചെയ്ത പ്ലെയിനുകളെ നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ബയാസ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലെയിനുകൾ തിരിച്ചു വരണമെങ്കിൽ ഈ വെടികൊള്ളാത്ത എഞ്ചിന്റെ ഭാഗത്ത് വേണം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ. ഇതാണ് സർവൈവർഷിപ്പ് ബയാസ്. അപ്പൊ നമ്മളെപ്പോഴും കാണുന്നത് സർവൈവ് ചെയ്ത ആളുകളുടെ കഥകളാണ് നമ്മൾ കാണുന്നത്. ഒരാള് കമ്പനി തുടങ്ങി, അയാള് 10 വർഷം കൊണ്ട് മില്യനെയറായി, പക്ഷെ അയാളുടെ കൂടെ തന്നെ കമ്പനി തുടങ്ങിയ ആയിരക്കണക്കിന് ആൾക്കാര് പാപ്പരായിപ്പോയി. അതുപോലെ എല്ലാ എക്സാമ്പിൾസും. അപ്പൊ ഈ പറയുന്ന പേരൻസ് പറയുകയാണ്, ഞാൻ കഷ്ടപ്പെട്ട് ഞങ്ങള് മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിച്ചത് കൊണ്ട് നിനക്കൊക്കെ ഇങ്ങനെ പറ്റുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു സർവൈവർഷിപ്പ് ബയസ് അതിനകത്ത് കാണുന്നത്. ഈ ജെൻസി കാണുന്നത് വീട്ടിൽ ഒതുങ്ങി കൂടേണ്ടി വന്ന ഒരുപാട് അമ്മമാരുടെ കഥകൾ അവർ കാണുന്നുണ്ട്. സ്വന്തം ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ചതിച്ച ഒരുപാട് സ്ത്രീകളുടെ കഥകൾ അവർ കാണുന്നുണ്ട്. ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ സഹിച്ച് ജീവിക്കേണ്ട ആളുകളെ കുറിച്ച് അവർ കാണുന്നുണ്ട്. പിന്നെ വിദേശത്ത് പോയി പ്രവാസിയായി ഒരു ജീവിതകാലം മൊത്തം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ആൾക്കാരെ അവർ കാണുന്നുണ്ട്. അപ്പോ അവര് നമ്മുടെ ഒറ്റ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നും കൂടി ഈ ജനറേഷൻ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവര് പറയുന്നത്, നിങ്ങൾ കാണുന്ന സക്സസ് അല്ല ഞങ്ങൾ കാണുന്ന സക്സസ്. നിങ്ങൾ ജീവിതത്തിൽ എല്ലാം നേടി എന്ന് പറയുമ്പോൾ ആ നേട്ടമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ജീവിതം മൊത്തം നഷ്ടപ്പെടുത്തി, ആരോഗ്യവും നഷ്ടപ്പെടുത്തി, വേണ്ടപ്പെട്ടവരുടെ സാമീപ്യവും നഷ്ടപ്പെടുത്തിയിട്ടുള്ള സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട.
എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ കാഴ്ചപ്പാടിനെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പാരന്റ്സിന്റെ ഒരുപാട് പെർസ്പെക്റ്റീവും കാര്യങ്ങളും ജെൻസി കിഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ പറയാനുണ്ടാവും. അതെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് 90s കിഡ്സ് ജെൻസി കിഡ്സ് ഒക്കെ അവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളും. 90s ഇങ്ങനെയായിരുന്നു, ജെൻസി അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ജനറേഷൻ കൂടെയാണ്. നമ്മൾ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു ജനറേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു അവർക്ക് പ്രതികരണ ശേഷി കുറച്ച് കൂടുതലാണ് ജെൻസിക്ക് എല്ലാ കാര്യത്തിലും നോക്കുകയാണെങ്കിൽ. അപ്പൊ ശരിക്കും എങ്ങനെയാണ് അവര് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആയിട്ട് നമുക്ക് ജെൻസിയെ കാണാൻ കഴിയുക? ഞാൻ സെൻസിറ്റീവ് അല്ല, അവര് ഇമോഷണലി അവെയർ ആണ് എന്ന് ഞാൻ പറയും. കാരണം പ്രീവിയസ് ജനറേഷന് അവരുടെ വികാരങ്ങളെ കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നില്ല. ആ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഈ തലമുറയ്ക്ക്, ജെൻസി ആ തലമുറയ്ക്ക്, ദേ ആർ ഇമോഷണലി മോർ അവെയർ. അവരുടെ ഇമോഷണൽ വൊക്കാബുലറി തന്നെ വളരെ റിച്ച് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കടന്നു പോയിരിക്കുന്ന ഒരു ട്രോമയിലൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഞാൻ പാനിക്ഡ് ആണ്, അങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ ടേംസ്, വൊക്കാബുലറി അവർക്ക് റിച്ച് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇമോഷണൽ അവെയർനെസ്സിന്റെ ഒരു വളർച്ചയുടെ രീതിയിൽ കൊണ്ടാണ് അവര് നമുക്ക് സെൻസിറ്റീവ് ആയിട്ട് തോന്നുന്നത്. കാരണം അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള തലമുറയുടെ ഏറ്റവും വലിയൊരു ന്യൂനതയും ഇത് തന്നെയാണ്. നമുക്ക് ഇമോഷൻസ് വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള പെർമിഷൻ ഇല്ല. അത് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. വികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു വിരുന്നുകാരനെ പോലെയാണ്. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു, അയാള് അവിടെ നമ്മളൊരു റൂം കൊടുത്തു, അയാൾ ആ റൂമിൽ താമസിച്ചു, അയാള് പുറത്തു പോകാതെ നമ്മൾ ആ റൂം പൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെയാണ് ഈ വികാരങ്ങളുടെ കാര്യങ്ങൾ. നമുക്ക് ദേഷ്യം വന്നു, ആ ദേഷ്യം പുറത്തു പോകാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അല്ലാതെ അയാൾ ഇവിടെ താമസം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. അതുപോലെ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കുമ്പോഴാണ് ആ വികാരത്തിന്റെ പർപ്പസ് സർവ് ആവുന്നത്. പക്ഷെ ഇതിന് മുമ്പുള്ള ജനറേഷന് ആണുങ്ങൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഒച്ചയിടാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വളരെയധികം അനുസരിക്കുകയും ചെയ്തു. പക്ഷെ ജെൻസിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ഒബീഡിയൻസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് തോന്നുന്ന, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. ആ വികാരങ്ങൾ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ആ ഒരു ജനറേഷന്റെ അന്തരമുള്ളത് കൊണ്ടാണ് അവർ കൂടുതൽ സെൻസിറ്റീവ് ആണ് എന്ന് നമ്മൾ തോന്നുന്നത്. പക്ഷെ ആക്ച്വലി അവര് കൂടുതൽ സെൻസിറ്റീവ് അല്ല, അവരവരുടെ വികാരങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ആ വികാരങ്ങളെ അവർ അടിച്ചമർത്തുന്നതിന് പകരം ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് അവർ ഒരിക്കലും മടി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യവുമാണ്. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആ ഒരു ഡാനിയൽ ഗോൾമാൻ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സെൽഫ് അവെയർനെസ് ആണ്. അപ്പോൾ അവര് ആ ഒരു കാര്യത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മെന്റൽ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തലമുറ കൂടിയാണ്. അതെ അതെ അതെ. കാരണം ഞാൻ ഈ അടുത്ത് ഇപ്പൊ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ്, ഞാൻ അവിടുത്തെ പ്ലേസ്മെന്റ് ഓഫീസറാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ് കൂടിയാണ്, അതിന്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പൊ അതിനകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് പല കുട്ടികളും മൾട്ടിനാഷണൽ കമ്പനീസിൽ നല്ലൊരു സാലറി പാക്കേജോടുകൂടി 10-12 ലക്ഷം രൂപ വർഷം സാലറിയോടുകൂടി ജോലി കിട്ടുന്നു. പക്ഷെ 3 മാസത്തിന് ശേഷം ആ കമ്പനിയിൽ നമുക്ക് കോള് കിട്ടുന്നു, ആ കുട്ടി റിസൈൻ ചെയ്തു. അപ്പോൾ പേരൻസും ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ പേരൻസ് പറയുന്നത്, നിനക്ക് അവിടെ നിനക്ക് സ്റ്റെബിലിറ്റി അല്ലേ വേണ്ടത്, ഒരു ജോലിയല്ലേ വേണ്ടത്, നിനക്ക് ശമ്പളമല്ലേ വേണ്ടത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ കുട്ടി പറയുന്നത്, അപ്പം നമ്മൾ അവനെ വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയെ വിളിച്ചു ചോദിക്കും, അവളെ വിളിച്ചു ചോദിക്കും. അപ്പം അവര് പറയുന്നത്, ഈ ജോലി ഞാനുമായിട്ടൊക്കെ ഫിറ്റ് ആവുന്നില്ല. അപ്പൊ അവർക്ക് ഈ ലൈഫ്
ജോലിയിലേക്ക് ഫിറ്റ് ആവുക എന്നുള്ളതല്ല, ജോലി ലൈഫിലേക്ക് ഫിറ്റ് ആവുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫാണ് പ്രധാനം, അതിന്റെ ഒരു കോമ്പണന്റ് ആണ് ജോലി. അല്ലാതെ ജോലിക്ക് വേണ്ടി ലൈഫ് ഫിറ്റ് ആക്കുക എന്നുള്ളത് അവരുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യമല്ല. ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം. ഇതുപോലെ തന്നെ ഒരുപാട് വലിയ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പം കൂൺ കൃഷിയിലേക്ക് പോകുന്നു, അത്തരം വ്യത്യസ്തമായ കൃഷികളിലേക്കൊക്കെ പോകുന്നു. അപ്പൊ പേരൻസിനൊന്നും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പക്ഷെ അവർക്ക് അവരുടെ പെർസ്പെക്റ്റീവില് ഇതൊന്നും സെൻസിറ്റീവ് ആയതുകൊണ്ടല്ല, അവര് അവരുടെ വികാരങ്ങളെ അക്നോളജ് ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം കടിച്ചു പിടിച്ച് നമ്മുടെ പ്രീവിയസ് ജനറേഷൻ ആണെങ്കിൽ ബോസിന്റെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച്, സഹപ്രവർത്തകരുടെ പരിഹാസങ്ങൾ അനുഭവിച്ച്, ഇഷ്ടമില്ലാത്ത ജോലിയിൽ കടിച്ചു തൂങ്ങി കഷ്ടപ്പെട്ട് റിട്ടയർ ചെയ്യാനായിട്ട് കാത്തിരുന്ന ഒരു തലമുറയുണ്ട്. പക്ഷെ ഇവരാലോചിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഞാൻ എന്തിനാണ് ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത്, അതൊരു ജീവിതമേ അല്ലല്ലോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് അവർക്ക്. അപ്പോൾ ഇപ്പൊ നമ്മള് MBA ഇന്റർവ്യൂവിന് വരുമ്പോൾ ഒരുപാട് കുട്ടികള് 2-3 വർഷം ബ്രേക്ക് എടുത്ത് വരുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പൊ ഒരുപാട് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ UG കഴിയുമ്പോൾ ഒരു 1 year ബ്രേക്ക്. കാരണം എനിക്ക് ഒരു 4 വർഷം പഠിച്ചതിന് ശേഷം എനിക്കൊരു ബ്രേക്ക് വേണം. കാരണം പണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഓരോ മൈൽ സ്റ്റോൺസ് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. 10 കഴിഞ്ഞാൽ 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു UG കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കല്യാണം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പഠിത്തം, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കല്യാണം, അങ്ങനെയൊക്കെ പോവാണ്. പക്ഷെ ഇത് അത്രയും ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ബേസിൽ ചെയ്താൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UG കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 വർഷം വർക്ക് ചെയ്യാതെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അതുപോലെ തന്നെ ജോലി ചെയ്ത് 30 വയസ്സായി കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടി കല്യാണം കഴിക്കാതെ പോയാൽ എന്താ തെറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ അതിനകത്ത് അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ ഇമോഷൻസിനെയും ഒക്കെ അക്നോളജ് ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി.